അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA അറബിക് തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 2 അതിലെ യൂണിറ്റ് 2 ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഖസീദത്തുൽ മസാഇ ലി ഖലീൽ മുത്റാൻ. ഖലീൽ മുത്റാൻ്റെ അൽ മസാ എന്ന കവിത. ഈ കവിത പഠിക്കുമ്പോൾ യസ്തത്തിഉ ദാരിസു മിൻ ഖിലാലി ദിറാസതി ഹാദിഹിൽ വഹ്ദ, ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ ഒരു ദാരിസിന് സാധിക്കുന്നു അത്തഅറുഫ് അലാ ശഖ്സിയത്തി ഖലീൽ മുത്റാൻ വ ശാഇരിയതിഹി, ഒരു പ്രഗത്ഭ കവിയായിട്ടുള്ള ഖലീൽ മുത്റാൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ കവിതാ പാഠവം, ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു. തദവഖുൽ ഖസീദ അൽ മസാ ലി ഖലീൽ മുത്റാൻ, ഖലീൽ മുത്റാൻ്റെ അൽ മസാ എന്ന കവിതയുടെ ആസ്വാദനം സാധ്യമാകുന്നു. ഫഹ്മു മആനിൽ മുഫ്രദാത്തിൽ മുഹിമ്മൽ വാരിദ ഫിൽ ഖസീദത്തിൽ മുഖ്താറത്തി വസ്തിഅമാലുഹ അൽ ലുഗവി, ഇവിടെ വന്നിട്ടുള്ള പ്രധാന പദങ്ങളുടെ അർത്ഥങ്ങളും ആശയങ്ങളും അതോടൊപ്പം ഈ കവിതയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കവിതയിലെ ഭാഷാ പ്രയോഗങ്ങളും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുന്നു. ഈ 3 നേട്ടങ്ങളും ഈ പാഠത്തിലൂടെ ലഭിക്കുമെന്നാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഖലീൽ മുത്റാനെ മനസ്സിലാക്കണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഖലീൽ മുത്റാൻ അൽ മഅറൂഫു ബിലഖബി ഷാഇറുൽ ഖത്റൈൻ, ഷാഇറുൽ ഖത്റൈൻ എന്ന പേരിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന കവിയാണ് ഖലീൽ മുത്റാൻ. ലഖബ് അപരനാമം. ആ അപരനാമം എന്താണ്? ഷാഇറുൽ ഖത്റൈൻ. ഖത്ർ എന്ന് പറഞ്ഞ പ്രദേശം, ദേശം എന്നൊക്കെയാണ്. അപ്പോൾ ഖത്റൈനിയാണ്, ഖത്റാനി എന്നൊക്കെ പറഞ്ഞാൽ 2 പ്രദേശത്തിനാണ് പറയാം. അപ്പോൾ 2 രാജ്യങ്ങളുടെ കവി എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അതേതൊക്കെയാണ്? ഹുവ ഷാഇറുൻ ലുബ്നാനിയുൻ മിസ്രിയുൻ മഷ്ഹൂറുൻ, ഒരേ സമയം അദ്ദേഹം ലുബ്നാനി കവിയാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഈജിപ്ഷ്യൻ കവിയുമാണ്. അതുകൊണ്ട് തന്നെ ഷാഇറുൽ ഖത്റൈനി എന്ന പേരിൽ അറിയപ്പെട്ട. ജൂലൈ 1, 1872 ജനിച്ച് ജൂൺ 1, 1949 ജൂൺ 1 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഇഷ്തഹറ ബി ഖുദ്റതിഹി അല ഇസ്തിക്ശാഫിൽ അവാതിഫി വദംജിഹ ബൈന സഖാഫത്തിൽ അറബിയ്യ വൽ അജ്നബിയ്യ, അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട്. ഇഷ്തഹറ ബി ഖുദ്റതിഹി, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട്. എന്താ കഴിവ്? അല ഇസ്തിക്ശാഫിൽ അവാതിഫ്, ഇമോഷനുകളെ സൂക്ഷ്മ പരിശോധന നടത്തുന്ന വിഷയത്തിൽ. ഇസ്തിക്ശാഫൻ എക്സ്പ്ലോറേഷൻ അവർ. അപ്പോൾ ഇമോഷൻ, അവാത്തിഫിന് ആത്തിഫത്തിൻ്റെ ജമാണ് അവാത്തിഫ്. ഇമോഷനുകളെ സൂക്ഷ്മ പരിശോധന നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. പിന്നെയോ വദംജിഹ ബൈന സഖാഫൽ അറബിയ്യ വൽ അജ്നബിയ്യ, അവ അറേബ്യൻ അതേപോലെ തന്നെ വൈദേശിക സംസ്കാരങ്ങൾക്കിടയിൽ സമന്വയിപ്പിക്കുന്നതിലുള്ള കഴിവിലും. ദംജറ മർജിയ, അപ്പോൾ ആ 2 കഴിവിലും അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണ തലം എന്ന് പറയുന്നത് അത് വൈകാരിക തലമാണ്, ഇമോഷനുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൊമാൻസിയ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അതിലെ പ്രഗത്ഭനായ കവിയാണ് ഖലീൽ മുത്റാൻ. ഖാന ഐളം മിൻ ബൈനി കിബാരി കുത്താബി താരീഖി വത്തർജമ, അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ ചരിത്ര ഗ്രന്ഥകാരന്മാർ, കുത്താബ് താരീഖ്, അതേപോലെ തർജമ ട്രാൻസ്ലേഷൻ, അവരുടെ കൂട്ടത്തിൽപ്പെടുന്നൊരു വ്യക്തിയാണ്. വഹുവ മുതമയ്യിസും ബി അമലിഹിൽ വാസിഅ, വിശാലമായ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കൊണ്ട് അദ്ദേഹം സവിശേഷതയുള്ളവനാണ്, വ്യതിരിക്തനാണ്. വസഖാഫത്തിഹി അൽ അറബിയ്യ വൽ ഫറൻസിയ, അതേപോലെ ഫ്രഞ്ച് അറേബ്യൻ കൾച്ചറുകളെ കൊണ്ടും. ബിൽ ഇളാഫത്ത് ഇലാ തൊബിഅത്തിഹിൽ ലത്തീഫ, അതോടൊപ്പം അദ്ദേഹം പ്രസിദ്ധനാണ് അല്ലെങ്കിൽ വ്യതിരിക്തനാണ്. എന്തുകൊണ്ട്? തൊബിഅത്തിഹി അൽ ലത്തീഫ, അദ്ദേഹത്തിൻ്റെ നർമ്മം നിറഞ്ഞ പ്രകൃതം കൊണ്ട്. വൽ മുസാലമ, അതോടൊപ്പം തന്നെ സമാധാനപ്രിയനാണ്, ആ ഒരു പ്രകൃതം കൊണ്ടും. അല്ലത്തിൻ അക്കസത്ത് അല അഷ് ആരിഹി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയിൽ പ്രതിഫലിച്ചു കാണാൻ സാധിക്കും. ഇനി അക്കസാനാൽ പ്രതിഫലിക്കുക. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതയാണ്. ഉത്ലിഖ അലൈഹി ലഖബു ഷാഇരിൽ ഖത്റൈനി നിസ്ബതൻ ഇലാ മിസ്ര വ ലുബ്നാൻ, അദ്ദേഹത്തിന് ഷാഇറുൽ ഖത്റൈൻ എന്ന പേര് അങ്ങനെ വിളിക്കപ്പെട്ടത്, ആ ലഖബ് വിളിക്കപ്പെട്ടത് അത് ഈജിപ്ത്, ലുബ്നാൻ 2 പ്രദേശങ്ങളിലേക്ക് ചേർത്തുകൊണ്ടാണ്. ബിസബബി തഅല്ലുഖി ഷാഇരിൽ അമീഖ്, അതെന്തുകൊണ്ടാണ്? ഈ കവിയുടെ ആഴമേറിയ ബന്ധം കാരണത്താലാണ്. തഅല്ലുഖ് ബി, ബന്ധം കാരണത്താൽ. അമീഖ്, ആഴമേറിയ. ആരുമായിട്ടുള്ള ബന്ധം? ബിഹാത്തൈനിൽ ബലദൈനി, ഈ 2 രാജ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം അപരനാമം വിളിക്കപ്പെട്ടിട്ടുള്ളത്. വഹുവ ലുബ്നാനിയുൽ മൗലിദ്, ജന്മം കൊണ്ട് ലുബ്നാൻകാരനാണ്. എന്നാൽ വഖദ മുഅല്ലമ ഹയാത്തിഹി ഫി മിസ്ർ, ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും
അദ്ദേഹം വിനിയോഗിച്ചിട്ടുള്ളത് അത് ഈജിപ്തിലാണ്. മുഅല്ലം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം, ഖള പറഞ്ഞാൽ കഴിച്ചുകൂട്ടി. വഷ്തഹർ ഐളം ബിൽ ലഖബി ഷാഇറിൽ അഖ്താരിൽ അറബിയ. ഇതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം ഇങ്ങനത്തെ ലഖബ് കൊണ്ടും വിളിക്കപ്പെട്ടു. ഏത് ലഖബ്? ഷാഇറുൽ അഖ്താരിൽ അറബിയ, അറേബ്യൻ പ്രദേശങ്ങളിലുടനീളമുള്ള അഥവാ അറേബ്യൻ പ്രദേശങ്ങളുടെ മുഴുവൻ കവിയായിട്ടും അദ്ദേഹം ചില സമയങ്ങളിൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ദഅ മുത്റാനൻ ഇല തജ്ദീദ് ഫിൽ അദബി വശ്ശിഅരിൽ അറബി. മുത്റാൻ എപ്പോഴും അറേബ്യൻ കവിതകളിലെ സാഹിത്യത്തിലെ പുതുമകളിലേക്ക് ആളുകളെ ക്ഷണിച്ചു. തജ്ദീദ് നവോത്ഥാനം, പുതുമ. വക്കാന മിൻ ബൈനി റുവാദ്, അദ്ദേഹം ചില ലീഡേഴ്സിൽപ്പെട്ട ആളാണ്. റുവാദ് റായിദുമാരിൽപ്പെട്ടവരാണ്. എങ്ങനത്തെ റായിദ്? അല്ലദീന ഖാദു ഷിഅർ അൽ അറബി, അറേബ്യൻ കവിതകളെ നയിച്ചു കൊണ്ടുപോയ, നഹ്വ മസാറാത്തിൻ ഹദീസ, ആധുനിക വഴികളിലൂടെ, മസാറാത്ത് വഴികൾ, നവോത്ഥാനത്തിൻ്റെ പുതുമയുടെ, ഹദീസറ മോഡേൺ, ആധുനികതയുടെ വഴികളിലൂടെ നയിച്ചു കൊണ്ടുപോയവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. തതനാസുബ് മഅൽ അസ്ർ, കാലത്തിന് അനുയോജ്യമായ പുതുമ അങ്ങനെ കൊണ്ടുവന്ന ചില പ്രഗത്ഭ അറേബ്യൻ കവികളുണ്ട്. അവരുടെ കൂട്ടത്തിലെ വ്യക്തിയാണ് ഖലീൽ മുത്റാൻ. എന്നാൽ മഅൽ ഇഹ്തിഫാദി ബി ഉസൂലിൽ ലുഗ വത്തഅബീർ, അതോടൊപ്പം തന്നെ അദ്ദേഹം ഭാഷയുടെയും ആവിഷ്കാരത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങളെ, ആ പൗരാണികത, അതിൻ്റെ ഒറിജിനാലിറ്റിയെ സംരക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. അവ കളഞ്ഞുകൊണ്ട് അടിമുടി മാറ്റമല്ല, എന്നാൽ ആ ഒറിജിനാലിറ്റിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികതയെ സ്വീകരിച്ച വ്യക്തിയാണ്. അതിലേക്ക് നയിച്ചു കൊണ്ടുപോയ പ്രഗത്ഭരിലെ കൂട്ടത്തിലൊരാളാണ് ഖലീൽ മുത്റാൻ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി ഉസ്ലൂബുഹു ഷിഅരി ഇത്തസമ ബിസ്സിദ്ഖി വൽ വിജ്നാനിയ വൽ അസ്വാല വർറന്ന അൽ മൂസീഖിയ. അദ്ദേഹത്തിൻ്റെ കവിതാ ശൈലി, ഉസ്ലൂബ്, അതെങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കവിതയുടെ ശൈലി എന്താണ്? ഇത്തസമ ബിസ്സിദ്ഖ്, അതിൽ സത്യസന്ധത മുദ്ര പതിഞ്ഞതാണ്. സിദ്ഖ്, സത്യസന്ധത. പിന്നെ വൽ വിജ്ദാനിയ, വൈകാരികത, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സംസാരം. വൽ അസ്വാല, ഒറിജിനാലിറ്റി. അതോടൊപ്പം തന്നെ വർറന്നത്ത് അൽ മൂസീഖിയ, ഒരു മ്യൂസിക്കൽ മുഴക്കം, ഒരു സംഗീതാത്മകത അത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ്. യുഅ്തബറു മിൻ മുജദ്ദിദി അശ്ശിഅരിൽ അറബി വന്നസ്രി, അറേബ്യൻ കവിതയുടെയും അറേബ്യൻ പദ്യഗദ്യങ്ങളുടെയൊക്കെ മുജദ്ദിദുമാരിൽ, നവോത്ഥാന നായകന്മാരിൽ കൂട്ടത്തിൽ അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഹൈസുസ്തഖ്ദമ അസാലീബ ജദീദത്തൻ വ മുബ്തകിറത്തൻ, എങ്ങനത്തെ നവോത്ഥാനം കൊണ്ടുവന്നു? അദ്ദേഹം പുതിയ നൂതന ശൈലികളെല്ലാം ഉപയോഗിച്ച വ്യക്തിയാണ്. ഇസ്തഖ്ദമ ഉപയോഗിച്ചു. അസാലീബ് ഉസ്ലൂബിൻ്റെ ജംആണ്, മുബ്തകിറന നൂതനമായിട്ടുള്ള. ബദഅ മുത്റാൻ ബി മുഹാക്കാത്തി ശുഅറാഇ അസ്രിഹി ഫി അശ്ശിഅരി അത്തഖ്ലീദി. മുത്റാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം തുടങ്ങി. എങ്ങനെ തുടങ്ങി? ബി മുഹാക്കാത്തി, അനുകരിക്കാൻ തുടങ്ങി. ആരെ? ശുഅറാഇ അസ്രിഹി, തൻ്റെ കാലഘട്ടത്തിലെ കവികളെയൊക്കെ അനുകരിക്കാൻ തുടങ്ങി. ഫി അശ്ശിഅരി അത്തഖ്ലീദി, എന്തു വിഷയത്തിൽ? പരമ്പരാഗത കവിതകളിലുള്ള കാര്യത്തിൽ തൻ്റെ കാലത്തുള്ള ആളുകൾ, കവികൾ എന്തൊക്കെ ചെയ്യുന്നോ ആ കാര്യങ്ങൾ അനുകരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അനുകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ്. അന്ന് ഉണ്ടായിരുന്ന മുഹാഫിലീങ്ങൾ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ചിന്തക്കാരാണ്, കാഴ്ചപ്പാടിൻ്റെ ആളുകളാണ് ഈ പറഞ്ഞ മുഹാഫിലീങ്ങളും അല്ലെങ്കിൽ മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യാ ഒക്കെ പഠിച്ചല്ലോ, തഖ്ലീദി എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അവരെങ്ങനെയാണോ കവിത രചിക്കുന്നത് അതിങ്ങനെ അനുകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ലാകിന്നഹു സുർആനമ, എന്നാൽ എത്ര പെട്ടെന്നാണ് ഇത്തജഹ നഹ്വൽ മദ്രസ റുമാൻസിയ എന്ന ഈ ഒരു കാഴ്ചപ്പാടിലേക്ക്, ഈ ഒരു ചിന്താധാരയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. ഇത്തജഹ, തിരിഞ്ഞു. വഅസ്സറത്ത് ഫീഹി, അതിൽ അദ്ദേഹത്തിന് സ്വാധീനിച്ചിട്ടുണ്ട്. സഖാഫാത്തുഹു അൽ ഫറൻസിയ, ഫ്രഞ്ച് കൾച്ചറുകൾ അദ്ദേഹത്തെ അതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. തഅസ്സറ ബിൽ ഖയാൽ, ഖയാൽ വല്ലാതെ സ്വാധീനം ചെലുത്തി. ഖയാൽ എന്ന് പറഞ്ഞാൽ ഭാവന. വജഅലഹു ഉൻസുറൻ അസാസിയൻ ഫി ശിഅരിഹി, കവിതയിൽ അടിസ്ഥാന ഘടകമായിട്ട് അദ്ദേഹം ഖയാലിനെ നിശ്ചയിച്ചു. ഖയാൽ, ഭാവനയില്ലാത്ത കവിതകൾക്ക് സ്ഥാനമില്ല എന്ന രൂപത്തിൽ. ഒരു കവിത എന്ന് പറഞ്ഞാൽ ഇത് ഭാവനയാണ്, അല്ലെങ്കിൽ കവിതയ്ക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട അടിസ്ഥാന തത്വമാണ് ഭാവന എന്ന്, ഖയാൽ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു, അങ്ങനെ തീരുമാനിച്ചു. ഷഹിദത്ത് ഹയാത്തുഹു അൽ അദീദ മിനൽ അഹ്ദാസി സിയാസിയ വൽ ഇജ്തിമാഇയ അല്ലത്തി അസ്സറത്ത് ഫി ശിഅരിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഷഹീദ, സാക്ഷിയായി. അൽ അദീദ്, ധാരാളം. അഹ്ദാസ്, സംഭവങ്ങൾ. സിയാസിയ, പൊളിറ്റിക്കൽ. അൽ ഇജ്തിമാഇയ, സോഷ്യൽ. ഹൈസു അബ്ബറ അൻഹ, അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു. അബ്ബറ, ആവിഷ്കരിച്ചു.
അതും ബി ഉസ്ലൂബിഹിൽ ഇൻസാനി വൽ മുർഹിഫ്, ഏത് രൂപത്തിൽ ഒരു മാനുഷികമായിട്ടുള്ള ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ വൽ മുർഹിഫ് സൂക്ഷ്മബോധത്തോടെ സെൻസിറ്റീവായിക്കൊണ്ടൊക്കെ അദ്ദേഹം അത്തരം ശൈലികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെ അദ്ദേഹം ആവിഷ്കരിച്ചത്. കാന യമീലു ഇല വസ്ഫി ത്വബീഅ, അദ്ദേഹം ത്വബീഅത്തിനെ വർണ്ണിക്കുന്നതിന് താല്പര്യമുള്ള ആളായിരുന്നു. ത്വബീഅത്ത് പ്രകൃതി. ഫി ശിഅരിഹി, തൻ്റെ കവിതയിൽ. വഹ്തമ്മ ബിൽ വസ്ഫി ബിശക്ലിൻ ആമിൻ, പൊതുവായ നിലക്ക് തന്നെ വർണ്ണനയെ അത് വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ ഖയാല് മാത്രമല്ല വർണ്ണനകളെയും അദ്ദേഹം ഇഹ്തിമാമ് കൊടുത്ത ഒരു കവിയാണ്. അമീൻ ഖസായിദിഹി, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അൽ മസാഉ, മസാ എന്ന പ്രസിദ്ധമായ കവിത. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പഠിക്കാനുള്ളത് ആ കവിതയാണ്. അതേപോലെ മൗത്തു അസീസ്, അൽ അസദുൽ ബാക്കി, വഫാ, അൽ ജനീനു ഷഹീദ്, അൽ മുൻതഹർ, അത്തിഫിൽ ലാഹിർ, നീറോൻ, ഫതാത്തുൽ അൽ ജബലിൽ അസ്വദ്, ഷെയ്ഖു അസീന, ബൈനൽ ഖൽബി വദ്ദംഇ, الزنبق فرق الدهر بيننا بعد قرب دعوتموني وبما بي من الوصب. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതകളാണ്. ഇനി ഈ കവിതകളുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ മത്സര പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട പേരുകളാണ്. വഖദ്ദമ ലിൽ മക്തബത്തിൽ അറബിയ്യ കുതുബൻ അദീദ, അറേബ്യൻ ഗ്രന്ഥശാലകൾക്ക് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ സമർപ്പിച്ച വ്യക്തിയാണ്. മിൻഹ, അങ്ങനെ അദ്ദേഹം സമർപ്പിച്ച ബാക്കി വെച്ചുപോയ അദ്ദേഹത്തിൻ്റെ രചനകളാണ് മിൻ അനാബിഉൽ ഹിക്മ, ദീവാനുൽ ഖലീൽ, ഇല ഷബാബ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. വലഹുൽ അജീദ് മിനൽ മുതർജമാറ്റി, അദ്ദേഹത്തിന് ധാരാളം ട്രാൻസ്ലേഷനുകളുണ്ട്. ലികുല്ലി മിൻ ഷേക്സ്പിയറുടെ അതിൽപ്പെടുന്നതാണ്. മിൻ ആച്ചീൽ, അതേപോലെ വിക്ടർ ഹ്യൂഗോയുടെ ഷേക്സ്പിയറിൻ്റെ ആച്ചീലൊക്കെ അദ്ദേഹം ചെയ്ത ട്രാൻസ്ലേഷനാണ്. നമുക്കിവിടെ കീ തീംസായിട്ട് പഠിക്കാനുള്ളത് ആലാമുൽ മറദ്, രോഗത്തിൻ്റെ വേദനകൾ, അൽ ഗുർബ, അതേപോലത്തെ ഗുർബ എന്ന് പറഞ്ഞാൽ അപരിചിതത്വം അല്ലെങ്കിൽ നാട് വിട്ടുപോകൽ, ലൗഅത്തുൽ ഫിറാഖ്, വിരഹ ദുഃഖം അല്ലെങ്കിൽ വിരഹവേദന, അൽ ഇന്തിമാജു മഅ ത്വബീഅ, പ്രകൃതിയിൽ അലിഞ്ഞു ചേരൽ, അൽ ഗുറൂബ്, അസ്തമയം. ഈ ഒരു തലങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ അൽ മസാ എന്ന കവിത കടന്നു പോകുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം തുടർന്നുള്ള ക്ലാസ്സിൽ. ആ ഒരു കവിതയെ നമ്മൾ നേരത്തെ പഠിച്ച റുമാൻസിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടുകളും അവരുടെ തിയറികളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം ആ കവിതയെ വായിക്കേണ്ടത്. അതിനുള്ളൊരു ഉദാഹരണം എന്നുള്ള നിലക്കാണ് ഈ ഒരു പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ ഈ ഭാഗം വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.